ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. പാർപ്പിട മേഖലയ്ക്കും പട്ടികജാതി പട്ടികവർഗ വികസനത്തിനും പശ്ചാത്തല വികസനത്തിനും ഊന്നൽ നൽകി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ 2026-27 വാർഷിക ബജറ്റ് 25,38,90,576 രൂപ വരവും 25,18,32,576 രൂപ ചെലവും 20,63,000 രൂപ മിച്ചവും വരുന്നതാണ് ബജറ്റ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കേമ്പിൽ രവിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 100 ലിറ്റർ പാല് കേരളത്തിന് ആവശ്യമാണെങ്കിൽ 40 ലിറ്റർ പാല് മാത്രമാണ് കേരളത്തിൽ ലഭ്യമാകുന്നത്. അപ്പോൾ ക്ഷീരകർഷകരുടെ അഭാവം, ക്ഷീരകർഷകരുടെ കൊഴിഞ്ഞുപോക്ക്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവ്, ഇതൊക്കെ പരിഹരിച്ചെങ്കിൽ മാത്രമേ ക്ഷീരകർഷകരുടെ പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കേരളത്തിന് ആവശ്യമായ മേഖലയിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ക്ഷീരകർഷകർക്ക് പാൽ സബ്സിഡി ഇനത്തിൽ 34 ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. വൈക്കോ സബ്സിഡിക്ക് 5 ലക്ഷം രൂപയും മിനി ഡയറി ഫാം ആധുനികവൽക്കരണത്തിന് 15 ലക്ഷം രൂപയും പരിശീലന പരിപാടിക്കായി 15,50,000 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ക്ഷീര മേഖലയിൽ വൻ മുന്നേറ്റം നടത്താനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ സാമൂഹ്യ നീതി പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് 57 ലക്ഷം രൂപയാണ്. എല്ലാവരും കൈയൊഴിഞ്ഞു പോകുന്ന മേഖലയാണ്. ആരും സഹായിക്കാനില്ലാത്ത, താങ്ങും തണലില്ലാത്ത ഈ മേഖലയ്ക്ക് സാമൂഹ്യ നീതി പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക കാരുണ്യ സ്പർശമായി 57 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേകമായി നീക്കിവെച്ചിരിക്കുന്ന സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ വയോജന ഹാപ്പിനെസ് പാർക്കിന് പാലിയേറ്റീവ് 16 ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 7 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് പാർക്ക് പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളൊന്ന് ഇരിക്കാനോ ഒന്ന് വിശ്രമിക്കാനോ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പണ്ടൊക്കെ ചായക്കടകളുണ്ടായിരുന്നു, ബാർബർ ഷാപ്പുകളുണ്ടായിരുന്നു. നടപ്പുവർഷം പദ്ധതി വിഹിതം പരമാവധി ചെലവഴിക്കാൻ കഴിഞ്ഞു എന്ന നിലയ്ക്കാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചത്. പുതിയ വർഷാരംഭത്തിന് മുൻപ് ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗീകാരം നൽകുകയും സാമ്പത്തിക വർഷാരംഭത്തിൽ തന്നെ പദ്ധതികൾ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഭവന നിർമ്മാണത്തിന് 7 കോടി, പട്ടികജാതി പട്ടികവർഗ പശ്ചാത്തല സേവന വികസനം 4.53 കോടി, CHCകൾക്ക് 1 കോടി, മെയിന്റനൻസിന് 1.50 കോടി, വനിതാ വികസനം 60 ലക്ഷം, ഡയാലിസിസ് രോഗികൾക്ക് 20 ലക്ഷം എന്നിങ്ങനെയാണ് പ്രധാന വിഹിതങ്ങൾ. ക്ഷീരമേഖലയ്ക്കും മറ്റു അടിസ്ഥാന വിഷയങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ജനകീയ ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA ഹമീദ്, P ഷിജിമോൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ഉണ്ണീൻകുട്ടി, രമാരാജൻ, മുഹമ്മദ് ബാബു, A അഫീഫ, റഫീഖ മറ്റത്തൂർ, നാസർ, സുരേഷ്, ഫിയാസ്, K സുബൈദ, K സലീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945 198.